ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു വൈകുന്നേരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. വൈകുന്നേരത്തെ, അതായത് വൈകുന്നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് തീരെ അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. രാവിലെ തന്നെ ചെയ്യാൻ വന്നില്ല, ഇപ്പോഴാണ് വെറുതെ കുത്തിയിരുന്നപ്പോൾ ഒരു ഓർമ്മ വന്നത്. നമുക്ക് വൈകുന്നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഗൈസ്, എനിക്കിവിടെ വേറെ ഒരു പണിയുമില്ല, ഇവിടെ ഇങ്ങനെ നടക്കുക ഗൈസ്. ഞാൻ ശരിക്കത്തെ വീട്ടിലല്ല, ഇപ്പം നമ്മൾ അമ്മമ്മയുടെ വീട്ടിലാണ്. എനിക്ക് ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ഞാൻ കളിക്കാൻ പോകാത്തത്. ഞാൻ ഇപ്പം 5ാം ക്ലാസ്സിലേക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. ഹിന്ദിയൊക്കെ പഠിക്കണം. 4ാം ക്ലാസ്സിൽ ഹിന്ദി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് ഹിന്ദിയൊക്കെ പഠിക്കണം. 5ാം ക്ലാസ്സിലായ ചിലപ്പോൾ ബ്ലോഗ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം 5ാം ക്ലാസ്സിൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. 8 സബ്ജക്റ്റൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അതിൽ പഠിക്കുമ്പോൾ EVS, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 4 കൂടെ കൂടി. അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ചായ ആയാൽ കുടിക്കാം. അപ്പം അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ട്, കടി എന്തൊക്കെ ഉണ്ട് എന്നൊന്നും അറിയാം. നിങ്ങളടുത്തൊരു ഒരു കാര്യം പറയാൻ വന്നു. എൻ്റെ ഗിവ് അവേ വരുന്നുണ്ട്. ആർക്ക് എല്ലാവർക്കും ഒരാൾക്ക് പോലും തരാതെ വീടില്ല. അതുകൊണ്ട് എല്ലാവരും 1K ലൈക്ക് തരികയാണെങ്കിൽ വളരെ സന്തോഷമായി എനിക്കും നിങ്ങൾക്കും. കാരണം നിങ്ങൾക്ക് ഗിവ് അവേ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കൂടുതലാണ് എന്ന് പറയാൻ പറ്റില്ല എന്നല്ല, ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ തരും. അത് ഏതെങ്കിലും ഒരു ദിവസം, ചിലപ്പോൾ 2027 ഞാൻ നിങ്ങൾക്ക് തരും. എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ അതിന് നല്ലതായിട്ട് വിഷമമുണ്ട്. അത് അങ്ങോട്ട് അയക്കാൻ പറ്റാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. അത് വരേണ്ടതാണ്. എനിക്ക് ഇതിലൊരു 1K അല്ലെങ്കിൽ 5K എങ്കിലും തരേണ്ടതാണ്. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക പ്ലീസ്. ഇതുവരെ എന്താ 2K അത്രയൊക്കെ ആയിട്ടൊന്നുമില്ല. ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് 0 തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി തരണേ. നിങ്ങൾക്ക് ഗിവ് അവേ എന്തായാലും ഉണ്ടാവുന്നതാണ്. കുറേ 10 സെറ്റ് കളർ പെൻസിലും, പിന്നെ മറ്റേ അടിയിൽ ഒന്നിനും ടെഡി ബിയറിൻ്റെ ഒരു പാവയും, അല്ല വരും പാവയൊന്നുമല്ല, ഒരു പാവയുടെ അടിയിൽ ലൈറ്റൊക്കെ വരുന്ന അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പെൻസൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഗിവ് അവേ ഒക്കെ ഉണ്ട്. നോട്ട് ബുക്സ്, ഡയറി, അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറയാം. ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഡയറിയൊക്കെ കുറേ ഉണ്ട്. ചിലപ്പോൾ ഡയറി ആയിരിക്കും കുറേ പേർക്ക് വേണ്ട, അങ്ങനെയൊക്കെ ഇപ്പോൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഒന്നെന്നെ കുറേ പേർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് 2 വേണമെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. ഒരാൾക്ക് 2 വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി. അപ്പം വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ കറങ്ങിയടിച്ച് കിടക്കുക. ദിവസം ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ബോക്സി ഇത് നോക്കി, ഇതിൻ്റെ പട്ടിക്കുട്ടിയാണ്. കിടന്നുറങ്ങുക. അതിനൊന്നും ചീന്തി കൊടുത്ത നമുക്ക് ചീന്തി കൊടുക്കാൻ. ഞാൻ ഇതൊന്നും ഇവിടെ വച്ചോട്ടെ. ചീന്തി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാണുന്നില്ല അല്ലേ? എനിക്ക് ഈ തരണോ? നമ്മൾ ഈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാടൊന്നുമില്ല, ബോറടി ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കാണിച്ചു തരാം. അവിടെ നിങ്ങളൊരു സ്ഥലം കണ്ടല്ലോ അല്ലേ? ആ സ്ഥലം എൻ്റെ ചെറിയമ്മയാണ്. ഞങ്ങൾ ഇങ്ങനെ ചിക്കനൊന്നും കഴിക്കില്ല, കാരണം ഞങ്ങൾ നമ്പൂതിരികളാണ്. അപ്പോൾ ഈ പൂജയൊക്കെ ചെയ്യുന്ന പൂജാരില്ലേ, അവരൊക്കെയാണ് ഞങ്ങൾ നമ്പൂതിരിയാണ്. അതുകൊണ്ട് എൻ്റെ ചെറിയമ്മയുടെ വീടാണ്. അവൾക്ക് കുഞ്ഞു പശുക്കുട്ടിൻ്റെ ഇതിനെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം കേട്ടോ. നമുക്ക് പങ്കിട്ട് പോവാം ചെറിയമ്മയുടെ വീട്ടിലേക്ക്. അപ്പോഴേക്കും എൻ്റെ മുത്തശ്ശിയോടൊന്നും പറയട്ടെ, എൻ്റെ അമ്മ ഇവിടെ വീട്ടിലില്ല.
എൻ്റെ അമ്മ തൃശ്ശൂർക്ക് സരിത പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അമ്മയ്ക്ക്. അവർ മുസ്ലിമാണ്. അന്ന് ഫ്രീച്ചിൽ ചെയ്യാൻ പോയപ്പോൾ ഒരു ഫ്രണ്ടായതാണ്. അപ്പോൾ അവർ കോളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ തൃശ്ശൂർക്ക് വരുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർക്ക് അത്ര വശമില്ലാതുകൊണ്ട് അമ്മ കളക്ഷൻ ചെയ്യാൻ പോയിക്കാണ്. മുത്തശ്ശി അടുത്ത് പറയുന്നത്, മുത്തശ്ശി ഞാൻ ചെറിയ മടടയ്ക്ക് പോവാണേ. എന്താ? ഓക്കെ, ഞാൻ എന്താ ഇവിടെ കളിക്കണ്ട കേട്ടോ. ആ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ബൂസ്റ്റ് കുടിച്ചിട്ട് പശുക്കുട്ടീനെ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഞാൻ ബൂസ്റ്റാണ് കുടിക്കാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇല്ലം എന്നാണ് പറയുക. നിങ്ങൾ അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇല്ലം എന്നാണ് പറയുക. ഇത് അമ്മാത്ത് എന്നാണ് പറയുക. അതില്ലം. എൻ്റെ അച്ഛൻ്റെ വീട് ഇല്ലം, ഇതെൻ്റെ അമ്മാത്ത് എന്നുവെച്ചാൽ അമ്മയുടെ വീട്. ഞങ്ങളങ്ങനെയാണ് പറയാൻ കാരണം ഞങ്ങൾ നമ്പൂതിരികളാണ്. നമുക്ക് ബൂസ്റ്റ് ആയോ എനിക്കറിയില്ല, ചോദിച്ചോക്കാം. മുത്തശ്ശി ബൂസ്റ്റായോ? ഗൈസ്, ബൂസ്റ്റ് ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ബൂസ്റ്റ് കുടിക്കാം. ഞാൻ അപ്പുറത്തേക്ക് നീങ്ങിയിരിക്കട്ടെ, ഞാനങ്ങനെ ബ്ലോഗ് ചെയ്യണുണ്ട്. മുത്തശ്ശി പെട്ടെന്ന് ഫോൺ ചോദിക്കും. അതുകൊണ്ട് ഈ പോത്തിൻ്റെ അലർച്ച വന്നൊരല്ല, പോത്ത് ഞങ്ങളുടെ തന്നെയാണ്. ഗൈസ്, ദിസ് ഈസ് ബൂസ്റ്റ്. വേണ്ട, ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇത് കുടിക്കുന്നത്. ഗൈസ്, മണിയടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ പശുക്കുട്ടിൻ്റെ അതിൻ്റെ കഴുത്തിൽ മണിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലോഗ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞിട്ട് വരട്ടൊന്ന് പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബൂസ്റ്റ് കുടിക്കാൻ. ഈ ചൂടത്ത് നല്ല പഴംപൊരി കഴിക്കാൻ തോന്നുന്നുണ്ട്. വെറുതെ ചിരി വരുന്നതാണ് കേട്ടോ, വെറുതെ ചിരി വരുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ബൂസ്റ്റ്. പിന്നെ എനിക്കിത് സ്കൂളിൽ തരാച്ച നല്ല സൗണ്ട് ഉണ്ടാക്കി കൂടി എനിക്ക് നല്ല ഇഷ്ടമാണ്. സബ്സ്ക്രൈബ്. ഗൈസ്, ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ഈ പക്കും ഈ ഭാഗമുണ്ടല്ലോ, അവിടേക്ക് ഈ സ്പൂൺ കൊണ്ട് കാപ്പി അല്ല ബൂസ്റ്റ് ഒഴിച്ചു. നല്ല ചൂട് പൊള്ളി വായ തിന്നാണ്ടായാലും നോക്കിയിട്ട് വരാം. അപ്പോൾ വരെ ഗൈസ്, കടിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. മധുരക്കിഴങ്ങാണ്. ഞങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക പറ.
ഒന്നുമില്ല. പകുതി കാപ്പി ഇവിടെ പോയി, പകുതി ബൂസ്റ്റ് ഇവിടെ പോയി. That is a kakapulli. പകുതി മലയാളം പകുതി ഇംഗ്ലീഷും.